നമസ്കാരം. ഇറാന്റെ മണ്ണിൽ അമേരിക്ക ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ അതിന്റെ വില നൽകേണ്ടി വരുന്നത് പശ്ചിമേഷ്യയിലെ സുരക്ഷിത താവളങ്ങളായിരിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പടയുടെ കരുത്തിൽ വിശ്വസിച്ചിരിക്കുന്ന UAE ബഹ്റിനും ഇറാന്റെ ഈ ഡെഡ്ലി പ്രഖ്യാപനത്തെ എങ്ങനെ നേരിടും? ദുബായ് എന്ന ആഗോള വ്യാപാര കേന്ദ്രം ഇറാന്റെ ക്രോസ് ഹെയറിംഗ് ആയി വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായ് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ്. കാരണം അതിന്റെ പ്രധാനമായ ഒരു സവിശേഷ ഭൗമരാഷ്ട്രീയ സ്ഥാനം കൊണ്ടാണ് അത്രയും പ്രാധാന്യം വരുന്നത്. ഒന്നാമതായി അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ സാമീപ്യം തന്നെയാണ് അതിനുള്ള ഏക കാരണം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അൽ ദഫ്ര പോലുള്ള വ്യോമതാവളങ്ങൾ പതിറ്റാണ്ടുകളായി അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്തുറ്റ കേന്ദ്രങ്ങളാണ്. ഇറാൻ മണ്ണിൽ ഒരു അമേരിക്കൻ അധിനിവേശം ഉണ്ടായാൽ അതിനുള്ള പ്രധാന ലോജിസ്റ്റിക് സപ്പോർട്ടും വ്യോമാക്രമണങ്ങളും പ്ലാൻ ചെയ്യുന്നത് ഇത്തരം താവളങ്ങളിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് ഒരു തിരിച്ചടി എന്ന നിലയിൽ ഇറാൻ ആദ്യം ലക്ഷ്യം വെക്കുന്നതും ശത്രുവിനെ തണലൊരുക്കുന്ന അയൽ രാജ്യങ്ങളെയാണ്. ശത്രുവിന്റെ സുഹൃത്ത് ശത്രുവാണ് എന്ന യുദ്ധതന്ത്രമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. തങ്ങളുടെ അതിർത്തിക്ക് അടുത്തുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിലൂടെ അമേരിക്കയുടെ ആക്രമണശേഷി പകുതിയായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഇറാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമതായി പറഞ്ഞാൽ ആഗോള സാമ്പത്തിക ഭദ്രത തകർക്കുക എന്ന വലിയ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ദുബായ് ഇന്ന് വെറും ഒരു മണലാരണ്യത്തിന്റെ നഗരമല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും ചാലക ശക്തി കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ തുറമുഖമായ ജബൽ അലിയും ഈ നഗരത്തിന്റെ ജീവനാഡികളാണ്. ഹോർമൂസ് കടലിടുക്ക് എന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയുടെ കവാടത്തിലാണ് ദുബായ് സ്ഥിതി ചെയ്യുന്നത്. ദുബായ്ക്ക് നേരെ ഒരു മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായാൽ അത് ആഗോള ഓഹരി വിപണിയെയും എണ്ണവിലയെയും നിമിഷ നേരം കൊണ്ട് ആകെ തകിടം മറിക്കും. ദുബായ് വിമാനത്താവളം ഒരു ദിവസം അടച്ചിട്ടാൽ പോലും ആഗോള വ്യോമയാന മേഖലയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാകും. ഈ സാമ്പത്തിക ആഘാതം വഴി ലോകരാജ്യങ്ങളെ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. മൂന്നാമതായി പറയുകയാണെങ്കിൽ ഇത് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കുള്ള കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ്. സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ അയൽ രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ ദുബായ് ഒരു ഉദാഹരണമായാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. പാശ്ചാത്യ ശക്തികളുമായി ചേർന്ന് ഇറാന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കാനാവുക. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ അനുവദിച്ചു നൽകുന്നതും അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും സ്വന്തം നാശത്തിന് കാരണമാകുമെന്ന സന്ദേശം കൂടി ഇറാൻ ഇതിലൂടെ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ സൈനികമായി തിരിച്ചടിയേക്കാൾ ഉപരിയായി ഒരു വലിയ സാമ്പത്തിക രാഷ്ട്രീയ സ്ഫോടനത്തിലൂടെ അമേരിക്കയെ പ്രതിരോധത്തിലാകാൻ ദുബായ് എന്ന ആഗോള ബിസിനസ് ഹബിനെ ഇറാൻ തങ്ങളുടെ ചെസ് ബോർഡിലെ ഒരു കരുവാക്കി മാറ്റുകയാണ്. ഇത്തരമൊരു നീക്കം മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ എന്നേക്കുമായി തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഭീഷണികൾ വെറും വാക്കുകളല്ല എന്ന് തെളിയിക്കുന്ന എന്നോണം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സൈന്യം തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ്. എന്തായാലും ഇതിന് ഉദാഹരണമാണ്. അതായത് അനുമതിയില്ലാതെ കടന്നു പോകാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് പല കപ്പലുകളെയും ഇറാൻ പിടിച്ചെടുത്തത്. ഇത് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്കിടയിലെ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണി യാഥാർത്ഥ്യമായാൽ ലോകരാജ്യങ്ങൾ കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങും. ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ദുബായ് എത്രത്തോളം ദുർബലമാണ് എന്ന് ലോകം കണ്ടതാണ്. മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് ദുബായ് വിമാനത്താവളങ്ങൾ ദിവസങ്ങളോളം അടച്ചിടേണ്ട അവസ്ഥ വന്നു. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടന്നു. ആകാശത്ത് അഗ്നിഗോളങ്ങൾ പടർന്നപ്പോൾ ലോകം കണ്ടത് മണലാരണ്യത്തിലെ ആധുനിക അത്ഭുതത്തിന്റെ തകർച്ചയുടെ ലക്ഷ്യങ്ങളാണ്. അതായത് UAE മാത്രം 12 പേർ കൊല്ലപ്പെട്ട ആ ആക്രമണം വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചന മാത്രമായിരുന്നു. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ യുദ്ധം ഒഴിവാക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച 3 ഘട്ടങ്ങളുള്ള സമാധാന നിർദ്ദേശങ്ങൾ മേഖലയിൽ വലിയ ചർച്ചയാവുകയാണ്. ആദ്യഘട്ടമായി ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും യുദ്ധം പുനരാരംഭിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ഇറാന്റെ നിലപാട്. രണ്ടാം ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെക്കുറിച്ച് പ്രത്യേക ചർച്ചകൾ നടത്താമെന്നതാണ്. മൂന്നാം ഘട്ടമായി ആദ്യ 2 ഘട്ടങ്ങളിലും പുരോഗതിയുണ്ട് എങ്കിൽ മാത്രം വിവാദമായ ആണവ വിഷയങ്ങളിൽ സംസാരിക്കാമെന്നാണ് ഇറാന്റെ നിർദ്ദേശം. എന്താവും യുദ്ധം എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.